ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള തുർത്തുക്കിലാണ് എത്തി നിൽക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണിൽ ചൈനീസ് ടൈമും ഐഫോണിൽ ഇന്ത്യൻ ടൈമും ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഒരു നോർമൽ കാഴ്ചയാണ്. ഇന്ത്യ പാക് ബോർഡറിന്റെ വ്യൂ കാണുന്ന അവിടെയാണ് നമ്മൾ പോയി ടെന്റ് അടിക്കുന്നത്. നമുക്ക് ഇവിടെ വണ്ടി കാണുമ്പോൾ അതിപ്പോ എവിടെ ആയാലും ശരി, നിങ്ങളെന്നല്ല ഏത് വണ്ടി കണ്ടാലും ശരി ഞാൻ നിർത്തും. ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് യൂസ് ഉണ്ടായിട്ടില്ല ഈ സാധനം കൊണ്ട്. നമ്മളിതാ ഇപ്പോൾ ടുട്ടുക് ട്രഡീഷണൽ ഹൗസ് ആൻഡ് മ്യൂസിയത്തിൻ്റെ ഈ ഭാഗത്തേക്കാണ് കയറി. ആ റിവറാണ് ഷേ റിവർ. അത് ചൈനയിൽ നിന്ന് ഇന്ത്യ വഴി അങ്ങനെ പാകിസ്ഥാനിക്കാണ് പോണത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുള്ളത് ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ്. നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കുറേ ക്യാമ്പിംഗ് സൈറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അത് മാത്രമല്ല ഇന്നലെ നമ്മൾ രാത്രി 10 മണിക്കാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ വില്ലേജിലൊക്കെ പോയി ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് ഒരു ക്യാമ്പിംഗ് സൈറ്റിൽ വന്ന് ടെൻ്റ് അടിച്ച് അവരോട് ചോദിച്ചു. നമുക്ക് ഇന്നലെ വന്ന ഈ ക്യാമ്പിംഗ് സൈറ്റിൽ ഇവിടെ ടെൻ്റ് അടിക്കാൻ വന്ന് ചാർജ് 150 രൂപയാണ്. നമ്മളെ കയ്യിൽ ടെൻ്റ് ഉണ്ടായതുകൊണ്ട്. ഇല്ല, ടെൻ്റ് ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ 500 രൂപ വരും. അപ്പോൾ ഇന്നലെ നമ്മളെ സ്റ്റേ ഇവിടെ ഇരുന്ന് ഇതാ നമ്മളെ ടെൻ്റ് ഇതാ ബാക്കിൽ. സംഭവം നൈസാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വാഷ്റൂം ഉണ്ട്, ചാർജിങ് സ്പോട്ട് ഉണ്ട്, നമ്മളെ ബൈക്ക് സേഫായിട്ട് വെച്ച്, പിന്നെ ഇവിടെ ഫുൾ CCTV സർവൈലൻസിലാണ് ഉള്ളത്. അപ്പോൾ ഫുൾ സേഫാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ലഡാക്കൊക്കെ ടെൻറ്റ് വൈബ് നോക്കി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കുറേ ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളി. അപ്പം നമ്മളെ വണ്ടി ഇതാ അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ടെൻറ്റ് ഇതാ ഇവിടെ ബാക്കിലുണ്ട്. ഇനി ടെൻറ്റും കൂടി മടക്കി വെക്കാനുള്ളൂ. പിന്നെ നമ്മളെ വണ്ടീൻ്റെ ബാക്കൊക്കെ നോക്കൂ, ഫുൾ ഗ്രീനാണ്. നമ്മൾ ബ്ലാക്ക് കവർ മാറ്റി ഇപ്പോൾ ഗ്രീൻ കവർ ആക്കിയിട്ടുണ്ട്. സംഭവം ഇന്നലെ ഒരു കവർ വാങ്ങിയതാണ്, പക്ഷെ ബ്ലാക്ക് അല്ല, ഗ്രീൻ ആയിപ്പോയി. അത് എന്തായാലും കുഴപ്പമില്ല, ഗ്രീനെങ്കിൽ ഗ്രീന്. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്ന് ഇവിടെ കാണിച്ചുതരാം, ക്യാമ്പിംഗ് സൈറ്റ് കാണിച്ചുതരാം. അത് വെറും ക്യാമ്പിംഗ് സൈറ്റ് അല്ല, റെസ്റ്റോറൻറ്റ് പ്ലസ് ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പോൾ ഒക്കെ കാണിച്ചുതരാം. ഇത് റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇവിടെ ഇതാ ആപ്രിക്കോട്ടിൻ്റെ മരമുണ്ട്, ആപ്പിൾ മരങ്ങളുണ്ട്. പിന്നെ ഒരാളിതാ ഇവിടെ ഇരുന്ന് ആപ്രിക്കോട്ട്, രാവിലെ തന്നെ ആപ്രിക്കോട്ടാണ് ഇരുന്ന് തിന്നുന്നത്. പിന്നെ ഇതാ നമ്മളുടെ ടെൻറ്റ് ഇതാ അവിടെ ഉണ്ട്. അവിടെ ഒരുപാട് ടെൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ബൈക്ക് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെയും ക്യാമ്പിംഗ് സൈറ്റ് ഉള്ളത് ഇതാ, അഥവാ ഇതാണ് വാഷ്റൂം. അതാ അതിൻ്റെ അപ്പുറത്തുള്ളത്, ആ ടാങ്കിൻ്റെ ഒക്കെ അടുത്തുള്ളതാണ് വാഷ്റൂം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെയും ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. പക്ഷെ നമുക്ക് ഇന്നലെ സെറ്റാക്കി തന്നതാ ഇവിടെയാണ്. അതെ, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എടുക്കാം. പക്ഷെ നമുക്ക് ഒരു ഇന്നലെ നമ്മളെ ബൈക്ക് നമ്മളെ ബൈക്കിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ബൈക്ക് സേഫ് ആവുമോ ചോദിച്ചപ്പോൾ ഒരു ഇവിടെ തന്നെ സെറ്റാക്കി തന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇന്ന് പാങ്കോങ്ങിലേക്ക് പോവാണ്. നമ്മൾ ഇന്ന് പാങ്കോങ്ങിലേക്ക് പോവല്ലേ? അല്ല, ഇതിവിടെ ഇങ്ങനെ ഇരുന്ന് തിന്നാ മതിയാ? പോവാ. എന്താണ് ഇരുന്ന് ഇങ്ങനെ തിന്നാ? ലൂസ് മോഷൻ പിടിക്കണ്ട. ഞാൻ പേടിച്ചു. അപ്പം നമ്മൾ ടെൻറ്റ് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മടക്കി വെച്ച് ബൈക്കിൽ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് പോവാൻ. ഇത് ഇങ്ങനൊന്നല്ല, അത്ര പെർഫെക്ഷനൊന്നുമില്ല. എന്നാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കും. അതാവുമ്പോൾ സുഖമാണ്. മറ്റേത് പെർഫെക്ഷനിലൊക്കെ നോക്കുമ്പോൾ മടുപ്പാവും. എന്നും ഇങ്ങനെ അടിക്കാൻ, ഇങ്ങനെ എടുത്ത് വെക്കണ്ടേന്നൊക്കെ ആലോചിക്കുമ്പോൾ. ട്രിപ്പിലെ ഏറ്റവും മടിയുള്ള പരിപാടി ഈ രണ്ടെണ്ണമാണ്. ഇത് മടക്കി വെക്കുക, അതവിടെ പാക്കാക്കി വെക്കുക. അതാ ഇതിന്റെ ഇന്നത്തെ മറ്റേ സാധനം ഇവിടെ കുടുങ്ങുന്നുണ്ടല്ലോ. ഇവിടെ എന്താ എന്താണ് ഇന്നലത്തെ കുക്കിങ്ങിന് എന്തെങ്കിലും ആവും? മുളകും പൊടി ഉള്ളില്. അപ്പൊ അവിടെ നിന്ന് എടുക്കാം. ആദ്യമായിട്ട് അതിൽ അയക്കിന് നല്ല സുഖം ഉണ്ടാവും കിടന്നു തുടങ്ങാൻ. അത് നെഞ്ച് നേരത്തെ കണ്ടിട്ട് എടുക്കാഞ്ഞ് പുറത്ത് വെക്കാഞ്ഞ് രണ്ടാമത്തെ പണിയായി. ഇന്നലത്തെ കുക്കിങ്ങിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. ആരെന്നല്ലേ കുക്ക് ചെയ്ത ആള്? ഞാനല്ല.
ഇനി രണ്ടാമത്തെ പണി എടുത്ത് മടക്കിക്കോ. അപ്പൊ വീണ്ടും ഇത് രണ്ടാമത് മടക്കുകയാണ്. ശോ, ഇത് മടക്കണതാണ് ഏറ്റവും വലിയ ടാസ്ക്. മറ്റേത് പിന്നെ നമ്മൾ നോക്കണ്ടല്ലോ, ജസ്റ്റ് ഏതെങ്കിലും ഒരു വള്ളി പിടിച്ചെടുത്താ മതി. പാക്കിങ് അല്ലേ? അതെ, ഇത് ഭയങ്കര ഇടങ്ങാറാ. ഇങ്ങോട്ട് ഇതിപ്പോ നോക്കണ്ടെന്ന് പറഞ്ഞത്. ഞാനാ ഇത് എന്നും മടക്കി വെക്കല്. ഇതിന് പറയണ്ട. മൂന്നാമത്തെ പണി. ഇന്നെന്താ പറ്റിയതിന്? ആക്രാന്തം മനസ്സിലായ? ആക്രാന്തല്ല, ഇന്ന് ആകെ മറ്റേ എന്താ പറയാ, ചെയ്യാൻ താല്പര്യം ഇല്ലാണ്ട് ചെയ്യൂലേ, അങ്ങനെ ഷോർട്ട് കട്ട് വേണ്ട. കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. ഇല്ല കാര്യമില്ല. മറ്റേല് കൊള്ളൂല, അത് അതില് കൊള്ളൂല. അപ്പോ എത്രാമത്താണ്? തേർഡ് റൗണ്ട്. ഇതില് റെഡി ആയിക്കാരല്ലേ? മെല്ലെ മെല്ലെ പൂട്ടോ. തീരെ മൂടില്ല കേട്ടോ, അതാണ്. അല്ലാണ്ടെങ്കിൽ സെറ്റായി. ഇജ് വേറെന്തോ ഒരു ഡൗട്ട് പറഞ്ഞില്ല, ലഡാക്ക് എന്താ ഫുള്ള് മല മാത്രമാണെന്നാ? എനിക്കിഷ്ടായില്ല ലഡാക്ക്. ഞാൻ ഇത്രയും എന്താ പറയാ, ഇപ്പൊ ഇന്ത്യയിൽ എത്ര, ഇനി ഒരു 5 സ്റ്റേറ്റും കൂടി ഒക്കെ ഉണ്ടാവുള്ളൂ. കാറില്ല 5 ഉണ്ടാവില്ല, 5 ഉണ്ടാവില്ല, 1 2 3 അത്രക്കെ ഉണ്ടാവുള്ളൂ. അതും മറ്റേ യു പി നമ്മൾ പോയില്ലേ, ഉത്തർപ്രദേശ് നമ്മൾ പോയില്ലേ. എത്ര എനിക്ക് സ്റ്റേറ്റിന്റെ കാര്യം പറയുമ്പോ എന്താ അങ്ങനെ ഒരു തല തിരിഞ്ഞു പോകും. അപ്പൊ ആകെ മൂലൊക്കെ മണിപ്പൂര്, അരുണാചല് മാത്രം പോകത്തുണ്ടാവുള്ളൂ. ഹിമാചല് പോവാത്തുണ്ട്. ഹിമാചൽ ഇപ്പൊ ഇതിൽ നമ്മൾ മണാലി ഇറങ്ങും. പോയിട്ടില്ലേ? അപ്പൊ അത്രയും പോയിലേക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഡാക്കാണ്. ആരും കേക്കണ്ടത്. എല്ലാരും ലഡാക്ക് പറഞ്ഞിട്ട് ഇക്കും കണ്ട് ഇതായി, ഭയങ്കര രസമാവും, അടിപൊളിയാവുന്നൊക്കെ. എല്ലായിടത്തും മഞ്ഞിന്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടില്ല, നല്ല അടിപൊളി ഫോട്ടോസ്. പക്ഷെ ഞാൻ വന്നിട്ട് എനിക്ക് സംഭവം രസമുണ്ട്, പക്ഷെ ഇക്കണ്ട് ഇഷ്ടമായില്ല. ഫുള്ള് മല, റോഡ് സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു പച്ചപ്പ് പോലില്ല, ഫുള്ള് മല. ഈ മലമൊക്കെ നോക്കിയിട്ടാണെങ്കിലോ കണ്ണൊക്കെ ഇങ്ങനെ ഒരുമാതിരി ആവുക, തല കറങ്ങണ പോലെ ഫീൽ ചെയ്യുക. അതൊക്കെ കൊണ്ട് ലൈക്കായില്ല ഇവിടെ. ഒന്നാമത് വന്ന സമയത്തിന്റെ പ്രശ്നമുണ്ട്. അതുണ്ട്. ചാറ്റ് GPT ചതിച്ചു. ചാറ്റ് GPTനോട് ഞാൻ ചോദിച്ചു ഈ സമയത്ത് എങ്ങോട്ടാണ് പോവാൻ നല്ലത് ചോദിച്ചപ്പോൾ ചാറ്റ് GPT പറഞ്ഞു ലഡാക്ക് പോയിക്കോ, അടിപൊളിയാണ് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഓക്കെ ഒറ്റമേടിൽ ലഡാക്ക് പോവാന്നുള്ള ആ പ്ലാൻ എടുത്തതാണ്. പക്ഷേ ചാറ്റ് GPTനെ നമ്പരുത് മക്കളെ, ചാറ്റ് GPT ചതിക്കും. ഇന്നെ ചതിച്ചു. സംഭവം എനിക്ക് തോന്നുന്നു റൈഡിങ്ങിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള ടൈം. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോ 2 സൈഡ് 2 മഞ്ഞുമലയായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്താ വെച്ചാല് കാണാൻ ഭംഗിയാണെങ്കിലും ഭയങ്കര റിസ്ക് ആണ്. എനിക്ക് തോന്നുന്നു പക്ഷെ ഇപ്പൊ ഒരു റിസ്ക് ഇല്ല, നല്ല സുഖമായിട്ട് പോയി തരാം. അതുകൊണ്ടായിരിക്കും ചാറ്റ് GPT നമ്മളോട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്റെ ഉള്ളിൽ ഇപ്പൊ എന്താന്നുള്ള ചാറ്റ് GPT കാര്യം ഉണ്ടാവും. സാരമില്ല, ഇനി വേറെ എവിടേക്കും പോവാം. ഇനി ലഡാക്കൊക്കെ ഞാൻ വരില്ല, എനിക്ക് ഇഷ്ടമായില്ല. മൂന്നാമത്തെ റൗണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അല്ല അത് കെട്ടണം. അപ്പൊ നമ്മൾ പോവാണ്, നമ്മള് ടെന്റൊക്കെ കെട്ടാൻ പോയിട്ടുണ്ട്. അല്ല നമ്മള് മുളക് പൊടി അവിടെ ഇതിരിക്കണ്. മുളക് പൊടി മര്യാദക്ക് ആരെങ്കിലും വരുമ്പോ വിതരാം. അതിന് വേറെ സാധനം ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് യൂസ് ഉണ്ടായിട്ടില്ല ഈ സാധനം കൊണ്ട്. ഇത് വെറുതെ വാങ്ങിയ എനിക്ക് ഒരാളെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കണം. അത് ഞാൻ വേർത്തരാം. ആഗ്രഹം തീർന്നില്ലേ? ആഗ്രഹങ്ങളുണ്ട്, നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. എന്റെ മുഖത്ത് കടിക്കാൻ ഞാൻ പറഞ്ഞേ, ഞാൻ 6 ആൾക്കാരെ മുഖത്ത് ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. ഇത്ര പെട്ടെന്ന് പോയി? അന്ന് സംഭവം നല്ല പോലെ ആയിട്ടില്ല. അല്ല,
ഇങ്ങനെ അടിച്ചേക്ക് ഞങ്ങോട്ട് മാറിയപ്പോ തുള്ളിന്റെ ഇതായിട്ടുള്ളൂ. പിന്നെ ഇത് തുറന്ന പ്രദേശല്ലേ. ഓ അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് അടിക്കാൻ ആളെ കിട്ടുമ്പോ ഒരു ഉൾപ്രദേശം കിട്ടുന്ന ഈ പറഞ്ഞത്. അങ്ങനെയല്ല, അടിക്കുമ്പോ എങ്ങനെ അടിക്കണം എന്നറിയോ? ഇതെന്താ ഇതാ ഇതാരാ? ഇത് കാലാണല്ലോ. ഇതില്ലേ മഴ പൊടി ഇതൊന്നും തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് സ്വന്തം റെയിൻകോട്ട് തന്നെ ബാഗിന് കൊടുത്ത് ഞാൻ ത്യാഗം സഹിച്ചു. ഇതാ ഗ്രീൻ കളറ് കവറിടും. ഇന്ന് ഫുള്ള് ഗ്രീനാ. എന്താ പരിപാടി? ഫുള്ള് ഞാനാ കെട്ടിയ. ഇപ്പൊ ലാസ്റ്റത്തെ ഒന്ന് മാത്രം കെട്ടുക. ഇതൊക്കെ കണ്ട ഞാനാണ് കെട്ടിയത്. കയറൊക്കെ താഴെ കിടക്കണം. മനസ്സിലായിക്കോളൂ. ആ എന്ത് ഫുള്ള് ഞാൻ കെട്ടിയിട്ട് ഇപ്പൊ ഒരു കയറ് മാത്രം കെട്ടണയാണ് ഈ ഷോ. രണ്ട് കയറ്. അതെങ്ങനെ ഇപ്പൊ രണ്ട് കയറ് ബാക്കിയൊന്ന് അതുപോലും അറിയില്ല. ഒന്നും വരലുള്ളതാണ് ഇതൊക്കെ. ഇല്ല രണ്ട് കയറില്ലേ, ഒരു കയർ എക്സ്ട്രാ ഉണ്ടാവില്ലല്ലോ. രണ്ട് കയർ എക്സ്ട്രാ ആണ്. ഒരു കയർ എക്സ്ട്രാ ഉണ്ടാവില്ല. മതി ഇനി കട്ട് ചെയ്യാതെ ഇട്ടാ മതി. ഇത് കട്ട് ചെയ്യാനുള്ളതാ. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇതാ ഇന്നെ കാണിക്കരുത് എന്ന് എപ്പോഴും പറഞ്ഞ ആളാണ്. കാണിച്ചു നല്ല കറുത്ത് ഇരുണ്ട് പോയിക്കണം, സൺലൈറ്റ് ബാക്ക് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മളെ വണ്ടി ഇതാ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പോവാം. ചലോ. ഇതത് നമ്മൾ നിന്ന സ്ഥലമായിരുന്നു. ഇവിടെ ശരിക്ക് മജ്ലിസ് ആയിരുന്നു. നമുക്കത് മാറ്റിയിട്ട് നോക്കിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇതാ ഇരിക്കണതും ഇവിടെ മജ്ലിസും ആയിരുന്നു. നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് സെറ്റാക്കി തരുന്നതായിരുന്നു. ഗൈസ് നമ്മളുടെ പ്ലാന് മാറ്റി. ഇനി എവിടുക്കാ പറയും? തുർത്തുക്ക്. അതെ, ഇന്ത്യയിലെ അവസാനത്തെ വില്ലേജ് ആയിട്ടുള്ള തുർത്തുക്ക് വില്ലേജിലേക്കാണ്. ഇവിടുന്ന് 90 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പം ഇന്ന് നമ്മൾ തുർത്തുക്ക് വില്ലേജ് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാങ്ങോങ്ങിലേക്ക് പോവും, മണാലിക്ക് റിട്ടേൺ അടിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ലഡാക്കില് ഒരു മരുഭൂമിയിലാണ്. നമ്മളൊരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ സൈഡാക്കി നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ KL വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഒരു ആർമി മലയാളി സാറ് നമ്മുടെ അടുത്ത് വന്ന് വണ്ടി നിർത്തി എന്താ പറയുക എവിടുന്ന എങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ്. അപ്പോൾ ആള് പറയാ ഇവിടെ മലയാളിയാളും KL വണ്ടിന് നമ്മളെന്നല്ല ആരെ കണ്ടാലും എന്തോ ഒരു ഭയങ്കര സ്നേഹം തോന്നും. അങ്ങനെ പറഞ്ഞ് നമുക്കിതാ ഈ സാധനങ്ങളൊക്കെ നമുക്ക് തന്നു. നമ്മൾ കുറേ പറഞ്ഞു വേണ്ട പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു സ്നേഹമാണ് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ്. നമ്മൾ പോണ വഴിക്ക് നമ്മളെ വണ്ടി KL കണ്ടിട്ട് വണ്ടി നിർത്തി നമ്മളെ വിളിച്ച് സാറാണിത്, കൊല്ലം ഡിസ്ട്രിക്റ്റാണ് അനന്തൻ സാറ്. ആൾക്ക് എന്താ പറയുക സാറിന് നമ്മളെ ഇവിടെ കേരളത്തിൽ നിന്നുള്ള KL വണ്ടികൾ കാണണവും കേരളക്കാരെ കാണണമൊക്കെ ഭയങ്കര സന്തോഷം എന്ന് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് താങ്ക് യു. കാരണം ഇത്രയും സാധനങ്ങൾ നമുക്ക് തന്ന് നമ്മൾ പറഞ്ഞ് ഇല്ല കാരണം നിങ്ങളെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മുടെ വണ്ടിയിലിരുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് തന്നെ മാത്രം. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ KL വണ്ടി കാണുമ്പം അതിപ്പോൾ എവിടെ ആയാലും ശരി, നിങ്ങളെന്നല്ല ഏത് വണ്ടി ഉണ്ടായാലും ശരി ഞാൻ നിർത്തി സംസാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പം എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും ശരി അങ്ങനെയാണ്. അപ്പോൾ സ്ഥലം അടിപൊളി സ്ഥലമാണ്. നോക്ക് നല്ല മണലൊക്കെ ആയിട്ട്. ഞാൻ വിചാരിച്ചിരുന്ന രാജസ്ഥാൻ മാത്രമേ മണലുള്ളൂ എന്നാ. രാജസ്ഥാനിൽ മാത്രം നല്ല മണൽ, ഇവിടെ ലഡാക്കിലും മണലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്ന് ഇനി നമ്മൾ അടുത്ത് പോകാൻ പോണത് ഇന്ത്യയുടെ ഏറ്റവും ലാസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള തുർത്തുക്ക് വില്ലേജിലേക്കാണ്.
നമുക്ക് 2 മണിക്കൂർ നല്ല അടിപൊളി റോഡായിരുന്നു. അതിൻ്റെ ശേഷം ഇതാ 1 മണിക്കൂറായിട്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ. റോഡ് ആകെ മൊത്തത്തിൽ പണി നടക്കുന്നതോ ആണ് ഇവിടെ. अरे इधर देखो वीडियो बन रहा है. थोड़ा लेट हो गया है बट लूपरा घूम लिया. लूपरा घूमा हुंडर. ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് അവർ. നമ്മളാണെങ്കിൽ ടെൻറ്റിലുള്ള സ്പോട്ട് തപ്പിപ്പോയി, ഓരാണെങ്കിൽ റൂം തപ്പിപ്പോയി. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയി. ഇന്ന് വീണ്ടും നമ്മൾ കണ്ടുമുട്ടി. ഇവിടുത്തെ സ്ഥലങ്ങൾ ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ തുർത്തുക് വില്ലേജിൻ്റെ മുമ്പുള്ള വില്ലേജ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോണത് തുർത്തുക് വില്ലേജിലേക്കാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത് പോകാൻ പോണ ഇന്ത്യയുടെ ഏറ്റവും ലാസ്റ്റ് വില്ലേജാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ കേരളത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ കിടക്കണതെന്ന്. അതും ഇന്ത്യയുടെ ലാസ്റ്റ്, ഇന്ത്യ പാകിസ്ഥാൻ, ഒരു മലൻ്റെ അപ്പുറം പാകിസ്ഥാനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ അത്രയും തൊട്ടടുത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഇനി തുർത്തുക്കിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഗൈസ്, ഫൈനലി നമ്മൾ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള തുർത്തുക് വില്ലേജിലെത്തി. അപ്പോൾ നമ്മളെ കേരള ലഡാക്ക് ട്രിപ്പ് ഇതാ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിക്കണ്. നമ്മളിപ്പോൾ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള തുർത്തുക്കിലാണ് എത്തി നിൽക്കുന്നത്. ഈ തുർത്തുക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് മാത്രമല്ല, ഇത് ഇന്ത്യ പാക് പാർട്ടീഷന്റെ ടൈമിൽ പാകിസ്ഥാൻക്കാവുകയും അതേപോലെ തന്നെ ഇന്ത്യ പാക് വാറിന്റെ ടൈമിൽ നമ്മൾ ഇന്ത്യക്കാർ തിരിച്ചെടുക്കുകയും ചെയ്ത ഒരു വില്ലേജ് കൂടിയാണിത്, തുർത്തുക് വില്ലേജ്. അതും ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറാൻ പോവാണ്. വായോ, നമുക്ക് കയറാം. നമ്മളിപ്പോൾ അതാ തുർത്തുക് വില്ലേജ് കയറി. വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വില്ലേജിൻ്റെ കറക്റ്റ് സ്പോട്ട് ഉണ്ടല്ലോ, ആ സ്പോട്ട് എവിടെയെന്ന് മാത്രം നമുക്കറിയില്ല. അപ്പം അതിന് തപ്പിപ്പോവാം. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി, നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇതിന് മുന്നുള്ള സ്ഥലത്തിനൊക്കെയും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ കുറച്ചുകൂടെ ഗ്രീനറിയാണ്. പിന്നെ കുറച്ചുകൂടെ ക്ലൈമറ്റ് വൈസ് പറയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തണുപ്പൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണിത്. കുറേ റൈഡേഴ്സ് അതാ പോണ്. റൈഡേഴ്സിന് അവിടെ പാർക്കിംഗ് അവൈലബിൾ ആണെന്നുണ്ടല്ലോ. എന്താ ആപ്രിക്കോട്ട് കണ്ടു. ഡ്രൈവർ വണ്ടി നിർത്തി, നോട്ടമിട്ടു. ഇവിടെ തുർത്തുക് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോ
നമ്മളിപ്പോ അവിടെ തുർത്തുക് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ റോഡ് സൈഡിൽ കൂടി പോകുമ്പോ ഒരു സൈഡിൽ നിറയെ പുഴ കഴിഞ്ഞ പോലെ അരുവി, ഒരു സൈഡിലാണെങ്കില് മറ്റേ എന്താ പറയാ ആപ്രിക്കോട്ട്. ഇത് എന്തോ ഒരു കണ്ണിന് ഭയങ്കര കുളിർമ. ഇവിടെ ലഡാക്കിൽ എത്തിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലേജ് പറഞ്ഞിട്ട് തുർത്തുക് വില്ലേജ് ആണ്, നോ ഡൗട്ട്. അപ്പൊ നമ്മള് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇനിയിപ്പോൾ അതാ വില്ലേജിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലേജിക്ക് വണ്ടി പോവില്ല. അപ്പോൾ ഇനി നമുക്ക് വില്ലേജിൽ പോവാം. ആദ്യം ഈ പാലം കയറണം. അതിൻ്റെ അപ്പുറത്ത് വില്ലേജ് എന്നാ പറഞ്ഞ് ഹെറിറ്റേജ് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം അവിടെ എങ്ങനെയാണെന്നുള്ളത്. വീഡിയോസിലൊക്കെ നല്ല അടിപൊളി ഇതാണ്. പിന്നെ നിങ്ങൾ ഈ പുഴ കണ്ടാ നൈസല്ലേ, അടിപൊളി. അല്ലാ കുലുങ്ങണ്, നല്ല ഭംഗില്ലേ. ഈ തുർത്തുക് വില്ലേജിൽ കയറിയപ്പോ മുതൽ തുടങ്ങിയതാണ് ഇതാ ഈ ഒരു പുഴ കാണാന്. പുഴയല്ലേ, സോറി, ഈ ഒരു അരുവി, അരുവി എന്നല്ലേ പറയാ, അരുവി കാണാൻ തുടങ്ങിയതാണ്. അടിപൊളി. നമ്മൾ കണ്ടാൽ തന്നെ എടുത്ത് കുടിക്കാൻ തോന്നുന്നു, അങ്ങനത്തെ വെള്ളം. ഇപ്പൊ നമ്മള് ആ പാലം കടന്നു, മറ്റേ ഡോറാബുജി പറഞ്ഞ പോലെ പാലം കടന്നു. അങ്ങനെ പാലം കടന്നു നമ്മള് വില്ലേജിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ നോ ഡ്രോൺ സോൺ ആണ്. തുക് റൂഫ് ടോപ്പ് കഫേ ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കുറെ കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോണത്. വെറുതെ അല്ല, വണ്ടിക്ക് ഇവിടെ ഒന്നും വരാൻ പറ്റില്ല പറഞ്ഞ. അല്ലാ, അപ്പം നമ്മളിതാ ഇങ്ങനത്തെ ഒരു വഴിക്കൂടിയാണ് കുറേ നേരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കുറച്ച് മുന്നേ 2 വെള്ളിപ്പാര കണ്ടു. അടിപൊളി വൈബ് മനുഷ്യന്മാർ. നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് ചോദിച്ചറിയായിരുന്നു. നമ്മളിതാ ഇപ്പോൾ ടുട്ടുക് ട്രഡീഷണൽ ഹൗസ് ആൻഡ് മ്യൂസിയത്തിൻ്റെ ഈ ഭാഗത്തേക്കാണ് കയറി. 2 വഴി ഉണ്ടായിരുന്നു, അതിൽ ഈ വഴിക്കാണ് നമ്മൾ കയറിയിരുന്നത്. ഇതാണ് ടുട്ടുക് ട്രഡീഷണൽ ഹൗസ് ആൻഡ് മ്യൂസിയം. നമ്മളിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ഇതാ ഈ ഒരു ഒരാൾക്ക് നടക്കാൻ പറ്റിയ പോലത്തെ ഒരു ഇടവഴിക്കൂടി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നല്ല നല്ല കൃഷികളുണ്ട്, മുന്തിരിവള്ളികൾ, ആപ്രിക്കോട്ട് ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് നൈസ്, അടിപൊളി ബാസ്ക്കറ്റ്, വേസ്റ്റ് ബാസ്ക്കറ്റാണ്. പക്ഷേ കണ്ടാ ഇന്ന് നല്ല ഭംഗിയുണ്ട്. മരമല്ല, ഈ ചൂരലില്ലേ, ചൂരലിൻ്റെ ബാസ്ക്കറ്റാണത്. നമ്മൾ ഇതുവരെ ഇവിടെ കണ്ടതിൽ ഏറ്റവും അടിപൊളി വില്ലേജാണിത്. കറക്റ്റ് ആ ഒരു വില്ലേജ് വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വില്ലേജ് കണ്ടിട്ട്. അടിപൊളി. പിന്നെ ഇവിടെ കുറേ ഹോം സ്റ്റേ, ഗസ്റ്റ് ഹൗസ്, അങ്ങനത്തെ കുറേ സെറ്റപ്പുകളുണ്ട് തോന്നുന്നു. ഇത് ഇങ്ങനെ വില്ലേജിൻ്റെ വൈബിന് വേണ്ടിയിട്ട്, സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാരണം അതിനും വേണ്ടിയിട്ട് അവർ ഗസ്റ്റ് ഹൗസ് അങ്ങനെ ഈ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം ഇങ്ങനത്തെ വഴികളാണ്. ഇവിടെ മൊത്തം ഇങ്ങനത്തെ വഴികളാണ്. നല്ല ഭംഗിയുണ്ട്, ശരിക്കൊരു വില്ലേജ് വൈബ്. അതെ, ഇതാണ് ശരിക്കും വില്ലേജ്. മൗലിന്യോങ് അതൊന്നും ഇതിനെ വെല്ലാൻ പറ്റൂലേ. ഇത് അതിനേക്കായും ഹൈയസ്റ്റിലൊക്കെ എടുക്കണേ. ഈസ് വൈബ്. നിങ്ങള് ലഡാക്കൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ടുർട്ടുക് വില്ലേജ്. എപ്പോഴും നാവ് വഴങ്ങണിയാ. ടുർട്ടുക് വില്ലേജ് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും അടിപൊളി ഒരു ശരിക്കൊരു വില്ലേജ് വൈബ് എന്നൊക്കെ പറയില്ലേ, ആ വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. പിന്നെ ഇവിടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇന്ത്യൻ സമയവും ആൻഡ്രോയിഡ് ഫോണിൽ ചൈനീസ് ടൈമും ഐഫോണിൽ ഇന്ത്യൻ ടൈമും ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മളതിൽ അങ്ങനെയല്ല. ഇതൊക്കെ ഒന്ന് കണ്ടോക്ക്, അടിപൊളിയല്ലേ. ഇവിടത്തെ കുറേ ആപ്രിക്കോട്ട് വീണെടുക്കണ്. ഷോ, അങ്ങോട്ട് എങ്ങനെ കയറുകയെന്നാവോ. എന്നാലും ഗൈസ് ഇവിടെ
ഇഷ്ടം പോലെ ആപ്രിക്കോട്ട് ഉണ്ട്. എവിടെ നോക്കിയാലും ആപ്രിക്കോട്ട് ഇങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കണം. അല്ല, കൊഴിഞ്ഞ് വീണത് ഉണ്ട്. എൻ്റെ നാവ് എന്താ അറിയില്ല, തുർത്തുക്ക് വില്ലേജിക്ക് കയറിയത് മുതൽ ആകെ കുഴഞ്ഞിട്ടാണ് വരുന്നത്. പറയണതല്ല, അല്ല വിചാരിക്കണതല്ല പറയണത്, പറയണതല്ല വിചാരിച്ചേ എന്തൊക്കെയാ ഞാൻ ഈ പറയണേ. ഇവിടെ വരെ ഫുള്ള് ഇങ്ങനത്തെ കനാലിൽ കൂടെ, ഈ മറ്റേ പുഴയില്ലേ, അരുവിത്തെ വെള്ളം എന്താ ഇങ്ങനത്തെ കനാലിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ പ്യുവർ വാട്ടറാണ് ഇതൊക്കെ. മുക്കി കാണിച്ചണ്ട മൂക്കി കാണിച്ച് അല്ലാ. എങ്ങനെയുണ്ട് ഈ വ്യൂ? അടിപൊളിയല്ലേ? ആ റിവർ കണ്ട? ആ റിവറാണ് ഷേ റിവർ. അത് ചൈനയിൽ നിന്ന് ഇന്ത്യ വഴി അങ്ങനെ പാകിസ്ഥാൻക്കാണ് പോണത്. ആ കാണുന്നതാണ് പാകിസ്ഥാൻ. അതാ ആ മൗണ്ടൈൻ്റെ ബാക്കിലുള്ളത്. പിന്നെ അതതാ ആ സെൻറ്ററിലുള്ള അതാണ് കാരക്കോറം മൗണ്ടെയിന്. ഈ തുർത്തുക്ക് വില്ലേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മൗണ്ടെയിൻ്റെ സെൻറ്ററിലുള്ളതാണ്. അതായത് കാരക്കോറം റീജിയൻ്റെയും അതേപോലെ തന്നെ ഹിമാലയ റീജിയൻ്റെയും സെൻറ്ററിലുള്ളതാണ് തുർത്തുക്ക് വില്ലേജ്. ഇതാണ് ശരിക്കും ഓൾഡ് തുർത്തുക്ക് വില്ലേജ്. അത് കണ്ട, അതാണ് ന്യൂ തുർത്തുക്ക് വില്ലേജ്. ഇവിടെ 2 പാർട്ടീഷൻ പറഞ്ഞ അങ്ങനെ പറയാൻ പറ്റില്ല, 2 ടൈപ്പ് ഉണ്ട്, 2 വിഭാഗം ഉണ്ട്. ഇത് ന്യൂ അല്ല, ഇത് ഓൾഡ്, അത് ന്യൂ, അങ്ങനെയാണ്. പിന്നെ ഈ തുർത്തുക്ക് വില്ലേജ് ഇല്ലേ, ഇത് ഇന്ത്യ പാക് ബോർഡറിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. അതായത് ഇന്ത്യ പാക് പാർട്ടീഷൻ്റെ ടൈമിൽ ഇത് പാകിസ്ഥാൻക്ക് പോവുകയും അതേപോലെ തന്നെ ഇന്ത്യ പാക് വാറിൻ്റെ ടൈമിൽ പാകിസ്ഥാൻ്റെ ആർമിക്കാർ പുഷ് ബാക്ക് ചെയ്തിട്ട് ഇന്ത്യൻ ആർമി മുന്നിക്ക് വന്നെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഇന്ത്യ പാക് വാറിൻ്റെ ടൈമിൽ നമ്മളിത് ഇന്ത്യക്കാർ തിരിച്ചെടുത്ത്. പിന്നെ അതിതാ ആ മുകളിലെ വ്യൂ ആണ്. ഇത് ഇവിടുത്തെ ഒരു നോർമൽ കാഴ്ചയാണ്. ഇവർ ഇങ്ങനെയാണ് ഈ വൈക്കോലൊക്കെ അല്ലേ അത് കൊണ്ടുപോവുക, മനുഷ്യന്മാർ പുറത്ത് കെട്ടിയിട്ട്. നമ്മളിത് മേഘാലയ ആ ഭാഗത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെയല്ല, അത് വേറെ തലയിലൊക്കെ വെച്ചിട്ട് ബെൽറ്റ് ഇട്ട് കെട്ടിയിട്ട് ഗ്യാസ് പുറത്ത് വെച്ച് കൊണ്ടുപോവുക. പക്ഷെ ഇത് വേറൊരു കാഴ്ച. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. എന്തിനു വെച്ചാൽ നമ്മളുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ബൈക്കുമ്മലാണ്. അപ്പം ബൈക്കിൽ നിന്ന് ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇന്ത്യ പാക് ബോർഡറിൻ്റെ വ്യൂ പോയിന്റിൽ, അതായത് അവിടെ ഒരു ഹോട്ടൽ നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ അടിച്ചോളി, നോ പ്രോബ്ലം, നെവർ മൈൻഡ് ഇറ്റ് എന്നിട്ട് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെയാണ് ഇന്ന് ടെൻ്റ് അടിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ടെൻ്റ് എടുത്തിട്ട് വരികയാണ്. ഇവര് മക്കളാണ്. സ്മൈൽ കരോ. സ്മൈൽ. ആ ഇപ്പം സ്മൈൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് വരിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ കുക്കിംഗ് ആണ് ഇതവിടെ നടന്നുകൊണ്ടിരിക്കണേ. എന്താന്ന് കുക്ക് ചെയ്യണേ? മാഗി. ഇത് ഒരു ആർമി, ഒരു മലയാളികളുടെ ആർമി വന്നതാണ്. ഹായ്. സ്പൂണ് ആ ബാഗിലുണ്ട്. ആ സ്പൂൺ എടുത്തിട്ട് വരാം. അപ്പം നമ്മളുടെ കപ്പ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മളുടെ ഫുഡ് ഇതാണ്. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇന്ത്യ പാക് ബോർഡറിൻ്റെ വ്യൂ കാണുന്ന അവിടെയാണ് നമ്മൾ പോയി ടെൻ്റ് അടിക്കുന്നത്. എൻ്റെ വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങളാണേക്കും നമ്മളെന്താ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കണമെന്നുള്ളത്. നമ്മളിവിടെ ബൈക്ക് നിർത്തിയെടുത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഓര് പറഞ്ഞതാണ്. ഇവിടെ വന്ന് കയറിയിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് മാത്രമല്ല ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചോ പറഞ്ഞത്. പക്ഷെ നമുക്ക് അവിടെ ആ ഒരു സ്പോട്ട് കണ്ട് പിന്നെ ഇവിടെ വന്ന് ടെൻ്റ് അടിക്കൽ കുറച്ച് മുഷ്കിലായി തോന്നിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ടെൻ്റ് അടിക്കാൻ വിചാരിച്ചു. അപ്പം നമ്മൾ ശരിക്ക് ഇന്നത്തെ ടെൻറ്റ് സ്റ്റേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പാക് ബോർഡർ വ്യൂ കാണുന്ന ആ ഭാഗത്തായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അവിടെ ഒക്കെ സെറ്റാക്കിയിരുന്നു. പക്ഷേ നൈറ്റ് ആയപ്പോൾ കാറ്റ് കുറച്ച് കൂടി. അപ്പം ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാറ്റടിച്ചിട്ട് ചിലപ്പോൾ അടിക്കൽ കുറച്ച് ടാസ്ക് ആവും. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മളിവിടെ വണ്ടി നിർത്തിയ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഉള്ളിൽ അടിച്ചോളി എന്ന് പറഞ്ഞ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ അടിക്കണത്. ഇതാ നമ്മളിപ്പോൾ ഉള്ളത് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണ്. ഇതിവിടെ അവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് കിടന്നിരുന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ മജ്ലിസ് ആണെന്ന്. കാരണം
അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്, മജ്ലിസ് സെറ്റപ്പാണിത്. അപ്പോൾ നമ്മളിവിടെയാണ് ടെൻ്റ് അടിക്കണേ. നമ്മളോട് ഓരോ സ്റ്റാഫുകളൊക്കെ പോയി, ഓര് പറഞ്ഞു നിങ്ങളിവിടെ ടെൻ്റ് അടിച്ചോളി പറഞ്ഞ് ഓര് പോയി. അപ്പോൾ ഇനി നമ്മളെ ഇന്നത്തെ ടെൻറ്റ് ഇവിടെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ടെൻ്റ് അടിക്കണേ, കിടന്നുറങ്ങണേ, അതൊക്കെയാണ്. തുർത്തുക് വില്ലേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡൊക്കെ ഉണ്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി റൈറ്റ് സൈഡ് ഉണ്ട്. റൈറ്റ് സൈഡ് എന്തൊക്കെ പാലസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാളെ നമ്മൾ റൈറ്റ് സൈഡ് കാണാൻ പോകും. അപ്പോൾ നാളെ രാവിലെ ബാക്കി കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.